കേന്ദ്രത്തിന്റെ അടിവേരിളക്കുന്ന പ്രസ്താവനകളും വിധികളുമായിട്ടാണ് സുപ്രീം കോടതി രംഗത്ത് വരുന്നത്. ഈ ധിക്കാരം വെച്ചു പൊറുപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ കസേര വലിച്ചിട്ട് സുപ്രീം കോടതി ജസ്റ്റിസുമാരിയിരിക്കുന്നത്. കോവിഡ് കാലത്ത് അലോപ്പതിയിൽ കോവിഡിന് പ്രതിവിധികളൊന്നുമില്ലെന്ന് പറഞ്ഞ് പതഞ്ജലി പ്രചരണം നടത്തുമ്പോൾ കേന്ദ്ര സർക്കാർ കണ്ണടച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ധിക്കാരം വെച്ചു പൊറുപ്പിക്കാനാവില്ല എന്ന് പലയാവർത്തി കോടതി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ വരുമ്പോൾ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കുത്തിനി പിടിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാനാവുന്നതും. മോദി എന്നുയർന്നു വന്നോ അന്നു തൊട്ട് നമ്മൾ കാണുന്ന അദാനി കഴിഞ്ഞാലുള്ള മറ്റൊരു മുഖമായിരുന്നു പതഞ്ജലിയുടെയും ബാബ രാംദേവിന്റെയും. അലോപ്പതിയെ ദൂരേക്കെറിഞ്ഞുകൊണ്ട് ആയുർവേദത്തിലേക്ക് നമ്മളെയൊക്കെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന വമ്പൻ പരസ്യമായിട്ടാണ് ബാബ രാംദേവ് വന്നിറങ്ങിയത്. ഉപ്പു മുതൽ കർപ്പൂരം വരെ എല്ലാറ്റിനും വിപണിയിൽ പതഞ്ജലി മയം. ഇതിനൊക്കെ ഒത്താശ പാടിയതോ മോദിയും. ഇവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യവുമായി വന്ന ബാബ രാംദേവിനോട് കോടതി പറഞ്ഞത് ഇനിയും ഇത് വെച്ചു പൊറുപ്പിക്കാനാവില്ല എന്ന്. തൊട്ടടുത്ത നിമിഷം കേന്ദ്രത്തിനോടായി പറഞ്ഞതോ അധികാരത്തിലിരിക്കുന്നു എന്ന് കരുതി, ഭരണചക്രം തിരിക്കുന്നു എന്ന് കരുതി രാജ്യത്തുടനീളമുള്ള കോടതികൾ പുറപ്പെടുവിക്കുന്ന എല്ലാ ഉത്തരവുകളും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നും വ്യക്തമാക്കിയതോടെ കേന്ദ്രത്തിന്റെ അടിവേരിളകി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം ED അഴിച്ചുവിടുന്നതിനെതിരെ ED-കിട്ട് കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ CBI-കിട്ടും കൊടുത്തുകൊണ്ട് കേന്ദ്രത്തെ പരോക്ഷമായി വിമർശിച്ചത്. കണ്ണു തുറന്നു നോക്കണമെന്നായിരുന്നു DY ചന്ദ്രചൂഡ് ആവർത്തിച്ചു പറഞ്ഞതും. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിലും EVM വിഷയത്തിലും തുടങ്ങി കേന്ദ്രം കുതന്ത്രത്തിന്റെ കെണിയൊരുക്കുന്ന എല്ലാ ഇടങ്ങളിലും സുപ്രീം കോടതി പൊളിച്ചടുക്കുകയാണ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് മോദിക്കും കൂട്ടർക്കുമെതിരെ നിയമത്തിന്റെ വടിവാൾ ഓങ്ങിക്കൊണ്ട് സുപ്രീം കോടതി വരുന്നതും. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ മറ്റൊരു പ്രതിപക്ഷമായിട്ട് നമുക്ക് ഈ സുപ്രീം കോടതിയെ കാണാം.